ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡബിൾ പെറ്റൽ നാടൻ പെറ്റൂണിയയുടെ പോട്ടിങ് മിക്സ്, പ്രൂണിങ് ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോയാണ് ഇന്ന്. അന്ന് ഞാൻ പോട്ട് ചെയ്ത ഒരു പെറ്റൂണിയയാണിത്. ഇന്ന് അതിന് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെടി നല്ല ഹെൽത്തിയായി ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തലപ്പൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാഞ്ചസും വന്നിട്ടുണ്ട്. പിന്നെ അന്ന് അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് അത് കട്ട് ചെയ്തൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ട് വന്നോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പോട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അന്ന് നട്ടുവെച്ച തൈക്കൊക്കെ റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ചെറിയതായിട്ട് റൂട്ടെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ തൈകൾക്കും തന്നെ. അതൊക്കെ ഞാനൊന്ന് പോട്ട് ചെയ്യുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെയാണ് പോട്ട് മിക്സ് ഇന്നും എടുത്തിരിക്കുന്നത്. അതുപോലെ പോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതന്ന് അതിന് മുമ്പ് ഞാൻ അന്നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതേപോലെ കട്ടിങ്സ് ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഒരുപാട് അതിനൊക്കെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് പോട്ട് ചെയ്ത് മില്യൻ ബെൽസ് എന്ന് പറയുന്ന ഒരു പെറ്റൂണിയയുടെ ആ ഒരു ഇത് തന്നെയാണ്. ഇത് ടൈഡൽ വേവ് റെഡാണ്. ഇതേപോലെ തന്നെ ഞാനന്ന് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തൈ ഒരുപാട് വലുതായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പ് ഭാഗം ഞാനിനി കട്ട് ചെയ്ത് കൊടുക്കും. അത് അവിടുന്ന് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നോളും. ആ കട്ട് ചെയ്യുന്നത് നമുക്ക് പുതിയ തൈയാക്കി നട്ടു വെക്കാൻ പറ്റും. ഞാൻ പെറ്റൂണിയയിൽ സീഡ് ഇല്ലാത്തതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇടയ്ക്കിടെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സീഡുള്ളതാകുമ്പോൾ നമുക്ക് സീഡ് എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇതങ്ങനെ പറ്റിയല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം ഇടയ്ക്കിടെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ മുറിച്ച് നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചെടി നമുക്ക് നഷ്ടപ്പെടുകയില്ല. അപ്പം മണ്ണിലേക്ക് മുട്ടി നിൽക്കുന്ന ഇലകളുണ്ടെങ്കിൽ ആ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഞാനൊരു ജിഫി ബാഗിൽ നട്ടുവെച്ച് നോക്കിയതാണ്. ഒരു കട്ടിങ്സ് എടുത്തിട്ട് ഇതൊരു യെല്ലോ പെറ്റൂണിയയുടെയാണ്. അതും എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോട്ട് കുറവായതുകൊണ്ട് 2-3 തൈകളെല്ലാം കൂടി ഒന്നിച്ചൊരു പോട്ടിൽ തന്നെ നട്ട് വെക്കുവാണ്. അപ്പോൾ അത് പിന്നെ കുറച്ച് വലുതായിട്ട് മാറ്റി വെക്കാം. അല്ല അതിൽ തന്നെ നിന്നാലും കുഴപ്പമില്ലല്ലോ, ഹാങ്ങിങ് ആയിട്ടുള്ളതല്ലേ. ഇനി ഇതെല്ലാം എടുത്ത് ഷെയ്ഡിലേക്ക് വെക്കണേ. മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകും മഴവെള്ളം അടിച്ചാൽ. അവിടെ എല്ലാം എടുത്ത് ഷെയ്ഡിലേക്ക് മഴ നനയാണ്ട് എടുത്ത് വെക്കണം. ഇതൊരു ടൈഡൽ വേവ് റെഡിൻ്റെയാണ്. അപ്പോൾ ഇതൊരു ഒടിഞ്ഞു പോയ ഒരു കമ്പായിരുന്നു. ഞാൻ അതിങ്ങനെ ഒരു കവറിൽ കുത്തി വെച്ച് നോക്കി. അപ്പോൾ അത് എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെടി നന്നായിട്ട് ബ്രാഞ്ചസൊക്കെ വന്ന് ഹെൽത്തിയായി. അപ്പോൾ ഒരുപാട് നീളമായതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതും ഒന്ന് റീപോർട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്ത് നമുക്ക് 2-3 കട്ടിങ്സ് ആക്കിയിട്ട് നമുക്ക് നട്ടു വെക്കാൻ പറ്റും. ഇനി ഇപ്പോഴേ ഒന്നും ഇതിന് വളമൊന്നും ഇട്ട് കൊടുക്കണ്ടേ. നമ്മുടെ മണ്ണുമായിട്ടൊന്ന് സെറ്റായതിനു ശേഷം NPK മറ്റോ നേർപ്പിച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെടികളെല്ലാം ഞാൻ പോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചെണ്ണം കൂടെ പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെടി ഒരുപാട് വലുതായിപ്പോയി. ഞാൻ ഇതേപോലെ കട്ടിങ്സ് വെച്ചത്, അതുകൊണ്ട് ഞാനത് പോട്ട് ചെയ്തിട്ടില്ല. ഇതുണ്ടോ, ഇത് കുറച്ച് വലുതായിപ്പോയി. ഇനി ഇത് ആ ചട്ടിയിൽ തന്നെ ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെയും കുറച്ച് കട്ടിങ്സും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാത്തിലും സ്ഥലമുള്ളിടത്തെല്ലാം നട്ടു വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം റൂട്ടായി കിട്ടുമല്ലോ. മഴ നനയാതെ ഷെയ്ഡിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം പിടിച്ചു കിട്ടിക്കോളും. പിന്നെ ഞാൻ ഇളക്കമുള്ള പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ട് മണ്ണും മണലും ഒക്കെയുള്ള പോട്ടിംഗ് മിക്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വേഗം പിടിച്ചു കിട്ടുകോളും. ചീഞ്ഞു പോകുമൊന്നുമില്ല. ഞാൻ ഇനി ഇതിലേക്ക് ഇന്ന് സാഫ് കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പെറ്റൂണിയ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മഴക്കാലത്ത് നമുക്ക് ഇങ്ങനെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നൊക്കെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചിട്ട് ചെടി നശിച്ചു പോകാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സീഡ്സ് ഉള്ളതൊക്കെ നമുക്ക് സീഡ്സ് എടുത്ത് വെക്കാമല്ലോ, പക്ഷെ ഇതാവൂലല്ലോ. ഇനി ഇതൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെടി സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഹാങ് ചെയ്ത് കൊടുക്കും.
ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.